എഗ്ഗ് പിന്നെ നമ്മുടെ ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഞാനൊരു 3 എടുത്തേ. ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ, അത് ആ പരിങ്ങിനനുസരിച്ചുള്ള തേങ്ങ വേണം. എന്നിട്ടത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടി ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ അങ്ങ് ഇങ്ങനെ കുഴക്കരുത്, ഇതിങ്ങനെ തന്നെ കിടക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. പിന്നെ ഞാനേ ഈ ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഈ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വാഴയില വെക്കുന്നുണ്ട്. വാഴയില ഞാനൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കുഞ്ഞ് ഇതെല്ലാം വയ്ക്കുന്നത്, അപ്പം വെന്തോളും കുറേ നേരം ഇരുന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ വാഴയില വെക്കുക. എന്നിട്ട് അതിലോട്ടിത് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ ഒന്ന് നിരത്തി, അത് ഫുള്ളിങ്ങനെ നിരത്തി പെട്ടെന്ന് വെന്തോളൂ. ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിലിടല്ലേ. ലോ ഫ്ലെയിമിലിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കും വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഇലയും കൂടെ വെച്ച് പൊതിഞ്ഞ് വെക്കും. പൊതിഞ്ഞ് വെച്ചിട്ട് വെച്ചടച്ച് വെക്കും. ഇതിനൊരു അരമണിക്കൂർ തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു തരാം. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡാണിത് കേട്ടോ, ഇങ്ങനെ വെന്തിരിക്കും. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും. ഞാൻ തിരിച്ചിട്ടതാണ് കേട്ടോ. തിരിച്ചിട്ടിട്ട് മുമ്പത്തെ പോലെ തന്നെ ഇതും അടച്ച് വെച്ച് വേവിക്കണം ഈ സൈഡ്. ഇത് എൻ്റെ അപ്പുറവും തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല എല്ലാം വെന്ത് നന്നായിട്ടിരിക്കും. അത്ര ഈ ഒരു കളറാവും.